നമസ്കാരം F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമക്കോളജി MCQ ഡിസ്കഷൻ ടോപ്പിക് ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ISRO അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് ഫാർമസി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടാണ് MCQs നമ്മൾ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാർമക്കോളജിയിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. 26. The most suitable tetracycline for use in a patient with impaired renal function is. അതായത് റീനൽ ഫംഗ്ഷൻ, കിഡ്നി ഫെയിലിയർ, കിഡ്നി ഫംഗ്ഷനിൽ പ്രോബ്ലം ഉള്ള പേഷ്യൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെട്രാസൈക്ലിൻ ഏതാണ്? ഓപ്ഷൻ എ ക്ലോർടെട്രാസൈക്ലിൻ, ബി ഡെമിക്ലോസൈക്ലിൻ, സി ഓക്സിടെട്രാസൈക്ലിൻ, ഡി ഡോക്സിസൈക്ലിൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ഡോക്സിസൈക്ലിൻ ആണ്. ഡോക്സിസൈക്ലിൻ ആണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് റീനൽ ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യൻസിൽ. 27. Tetracyclines are still the first choice drugs for the following disease. തന്നിരിക്കുന്ന ഡിസീസിലെ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആണ് ആയിട്ട് ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ബി ഗ്രാനുലോമ ലിങ്കുനെ, സി കാൻക്രോയിഡ്, ഡി സിഫിലിസ്, ഇ ഗൊണോറിയ ഇൻ പേഷ്യൻസ് അലർജിക് ടു പെൻസിലിൻ. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്രാനുലോമ ലിങ്കുനയിലാണ് കറക്റ്റ് ആൻസർ. അതായത് ലിങ്കുനെ മീൻസ് ലങ്സിലുള്ള ഗ്രാനുലോമ, അതിനാണ് സാധാരണ രീതി ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ ഫസ്റ്റ് ചോയ്സ് ഡ്രഗ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഗ്രാനുലോമ ലിങ്കുനെ ലിങ്കുനാലിൻ ഇസ് ദ കറക്റ്റ് ആൻസർ. Number 28. Which one of the following antibiotic penetrates blood CSF barrier the best? ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബ്ലഡ് CSF ബാരിയർ പാസ് ചെയ്യുന്നത് ഏത് ആൻറ്റിബയോട്ടിക് ആണ്? എ എരിത്രോമൈസിൻ, ബി ജെൻറ്റാമൈസിൻ, സി ടെട്രാസൈക്ലിൻ, ഡി ക്ലോറാംഫെനിക്കോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ക്ലോറാംഫെനിക്കോൾ ആണ്. ബ്ലഡ് CSF ബാരിയർ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നത് ക്ലോറാംഫെനിക്കോൾ ആണ്. Number 29. The most important mechanism by which gram-negative bacilli acquire chloramphenicol resistance is. Chloramphenicol resistance എങ്ങനെയാണ് gram-negative bacteria acquire ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിക്രീസ് permeability into the bacterial cell, ബി acquisition of a plasmid encoded for chloramphenicol acetyl transferase, സി lowered affinity of the bacterial ribosome for chloramphenicol, D switching over from ribosomal to mitochondrial protein synthesis. ഇതിലേത് മെക്കാനിസം വഴിയാണ് ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻസ് അക്യൂർ ചെയ്യുന്നത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻസ് അക്യൂർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അക്വിസിഷൻ ഓഫ് എ പ്ലാസ്മിഡ് എൻകൗണ്ടഡ് ഫോർ chloramphenicol acetyl transferases. 30. Which aminoglycoside antibiotic causes more hearing loss than vestibular disturbance as toxic effect? നമുക്കറിയാം അമിനോഗ്ലൈക്കോസൈഡിൻ്റെ എല്ലാം ഒരു ഓട്ടോടോക്സിറ്റി എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ്. അത് ഓട്ടോടോക്സിസിറ്റി തന്നെ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം, അതുപോലെ വെസ്റ്റിബുലാർ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവാം. അതിൽ ഏത് അമിനോഗ്ലൈക്കോസൈഡ് ആണ് മോർ ഹിയറിംഗ് ലോസ് വെൻ കമ്പയർഡ് ടു വെസ്റ്റിബുലാർ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് ടോക്സിക് എഫക്റ്റ്? ഓപ്ഷൻ എ സ്ട്രെപ്റ്റോമൈസിൻ, ബി ജെൻറ്റാമൈസിൻ, സി കാനാമൈസിൻ, ഡി സിസോമൈസിൻ. ഓപ്ഷൻ സി കാനാമൈസിൻ ആണ് കറക്റ്റ് ആൻസർ. The most important mechanism of bacterial resistance to an amino acid antibiotic is. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം, അതായത് അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം. ഓപ്ഷൻ എ പ്ലാസ്മിഡ് മീഡിയേറ്റഡ് അക്വിസിഷൻ ഓഫ് അമിനോഗ്ലൈക്കോസൈഡ് കോൺജുഗേറ്റഡ് എൻസൈം, ബി മ്യൂട്ടേഷണൽ അക്വിസിഷൻ ഓഫ് അമിനോഗ്ലൈക്കോസൈഡ് ഹൈഡ്രോലേസിംഗ് എൻസൈം, സി മ്യൂട്ടേഷൻ റെഡ്യൂസിംഗ് അഫിനിറ്റി ഓഫ് റൈബോസോമൽ പ്രോട്ടീൻ ഫോർ ദ ആൻറ്റിബയോട്ടിക്, ഡി മ്യൂട്ടേഷൻ ലോസ് ഓഫ് പോറിൻ ചാനൽസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്ലാസ്മിഡ് മീഡിയേറ്റഡ് അക്വസിഷൻ ഓഫ് അമിനോഗ്ലൈക്കോസൈഡ് കോൺജുഗേറ്റിംഗ് എൻസൈം ആണ് റീസൺ ഫോർ അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്, ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ടു അമിനോഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക്. ഈ റെസിസ്റ്റൻസിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ISRO അതായത് VSSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ റെസിസ്റ്റൻസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ആൻറ്റിബയോട്ടിക്സിൽ റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഈ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. Question number 32. Which toxic effect of aminoglycoside antibiotic is most irreversible in nature? Option A vestibular damage, B hearing loss, C neuromuscular blockage, D kidney damage. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളത്, തിരിച്ച് ഇത് ചെയ്യാൻ പറ്റാത്തത് റിവേഴ്സിബിൾ ആയിട്ടുള്ളത് ഏത് ADR ആണ്? ഓപ്ഷൻ ബി ഹിയറിംഗ് ലോസ് ആണ് കറക്റ്റ് ആൻസർ. Question number 33. Streptomycin sulfate is not absorbed orally because it is. Option A degraded by gastrointestinal enzyme, B degraded by gastric acid, C highly ionized at a wide range of pH values, D insoluble in water. എന്തുകൊണ്ടാണ് സ്ട്രെപ്റ്റോമൈസിൻ സൾഫേറ്റ് ഓറലി അബ്സോർബ് ചെയ്യാത്തത്?
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹൈലി അയണൈസ്ഡ് അറ്റ് എ wide range of pH values. For prolonged oral therapy with the following antibiotic can damage intestinal villi resulting in statoria and loose motions. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ വില്ലയിൽ പ്രോബ്ലം വന്നിട്ട് സ്റ്റാറ്റോറിയ അതായത് എക്സ്ക്രീഷൻ ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റ് ഉണ്ടാവും, അതുപോലെ ലൂസ് മോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏതാണെന്ന്? ഓപ്ഷൻ എ ആംപിസിലിൻ, ബി ടെട്രാസൈക്ലിൻ, സി നിയോമൈസിൻ, ഡി നൈസ്റ്റാറ്റിൻ. ഓപ്ഷൻ സി നിയോമൈസിൻ ആണ്. നിയോമൈസിൻ്റെ പ്രൊലോങ്ഡ് ഓറൽ തെറാപ്പിയാണ്. ഇറ്റ് കോസസ് സ്റ്റാറ്റോറിയ ആസ് വെൽ ആസ് ലൂസ് മോഷൻസ്. സ്റ്റാറ്റോറിയ ആൻഡ് ലൂസ് മോഷൻസ്. Number 35, tetracyclines are avoided in pregnancy because they can option A cause abortions, B cause excessive postpartum hemorrhage, C affect the bone and teeth of the fetus, D cause excessive vomiting in the mother. ടെട്രാസൈക്ലിൻ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്, ബോൺ ആൻഡ് ടീത്ത് ഓഫ് ദ ഫീറ്റസിനെ എഫക്റ്റ് ചെയ്യും. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്പർ 36, സിപ്രോഫ്ലോക്സാസിൻ ഇൻഹിബിറ്റ്സ് ദ ബാക്ടീരിയൽ എൻസൈം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ബാക്ടീരിയൽ എൻസൈമിനാണ് സിപ്രോഫ്ലോക്സാസിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ട്രാൻസ്പെപ്റ്റേസ്, ബി ഡി എൻ എ ഗൈറേസ്, സി ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ആർ എൻ എ പോളിമറൈസ്, ഡി ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ്. Option B DNA gyrase. Ciprofloxacin inhibits DNA gyrase is the correct answer. Option B is the correct answer. Question number 37, erythromycin is the drug of choice in option A pertussis, B gonococcal urethritis, C prophylaxis of bacterial endocarditis, D chlamydial infections. ഏതാണ് കറക്റ്റ് ആൻസർ? എറിത്രോമൈസിൻ എന്തിനാണ് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട്? ഓപ്ഷൻ എ പെർട്ടൂസിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 37ൻ്റെ ആൻസർ ഓപ്ഷൻ എ. Number 38, tetracycline is stored in the body in option A protein bond form, B in hairs, nails and skin, C in muscular tissue, D in bones. Tetracycline store ചെയ്യുന്നത് in bones is the correct answer. Option D in bones is the correct answer. Question number 39, drug which interfere with the bacterial cell wall synthesis is. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബാക്ടീരിയൽ സെൽ വോൾ സിന്തസിസുമായിട്ട് ഇൻ്റർഫെയർ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? ഓപ്ഷൻ എ chloramphenicol, B tetracycline, C colistin, D penicillins and cephalosporins. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി പെൻസിലിൻസ് ആൻഡ് സെഫാലോസ്പോറിൻസ്. ബാക്ടീരിയൽ സെൽ വോൾ സിന്തസിസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നത് പെൻസിലിൻസ് ആൻഡ് സെഫാലോസ്പോറിൻസ്. Question number 40, antibiotics which inhibit the protein synthesis in cells are option A sulfonamides and PAS, B isoniazid and PAS, C tetracyclines and chloramphenicol, D penicillin and cephalosporin. മെക്കാനിസം ഓഫ് ആക്ഷൻ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഏത് ആൻറ്റിബയോട്ടിക്സ് ആണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ടെട്രാസൈക്ലിൻസ് ആൻഡ് ക്ലോറാംഫെനിക്കോൾ ഇസ് ദ കറക്റ്റ് ആൻസർ. മെക്കാനിസം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റിറോയിഡൽ ആൻറ്റിബയോട്ടിക്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സ്റ്റിറോയിഡൽ ആൻറ്റിബയോട്ടിക്? ഓപ്ഷൻ എ നലിഡിക് ആസിഡ്, ബി ഫ്യൂസിഡിക് ആസിഡ്, സി സ്പെക്ടിനോമൈസിൻ, ഡി നൈട്രോഫ്യൂരാൻറ്റോയിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഫ്യൂസിഡിക് ആസിഡ് ഇസ് ദ കറക്റ്റ് ആൻസർ. 41ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫ്യൂസിഡിക് ആസിഡ്. 42, ദ ആൻറ്റിബയോട്ടിക് ദാറ്റ് എൻറ്റേഴ്സ് ബ്രെയിൻ ഫ്രീലി ഈസ്. ബ്രെയിനിൽ ഫ്രീലി ആയിട്ട് എൻ്റർ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? ഓപ്ഷൻ എ ടെട്രാസൈക്ലിൻ, ബി എറിത്രോമൈസിൻ, സി ക്ലോറാംഫെനിക്കോൾ, ഡി ജെൻറ്റാമൈസിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ക്ലോറാംഫെനിക്കോൾ ആണ്. 43, chloramphenicol is the drug of choice in option A staphylococcal infection, B salmonella infection, C viral infection, D amoebic dysentery. ഏതിനാണ് ക്ലോറാംഫെനിക്കോൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? സാൽമണല്ല ഇൻഫെക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 44, ദ സെമി സിന്തറ്റിക് പെൻസിലിൻ വിച്ച് ഇസ് ഡിസ്ട്രോയ്ഡ് ബൈ ആസിഡസ്. ആസിഡിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന സെമി സിന്തറ്റിക്, ആസിഡിന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന സെമി സിന്തറ്റിക് പെൻസിലിൻ ഏതാണ്? ഓപ്ഷൻ എ ഫിനോക്സി മീഥൈൽ പെൻസിലിൻ, ബി ആംപിസിലിൻ, സി കാർബനിസിലിൻ, ഡി കോക്സാസിലിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫിനോക്സി മീഥൈൽ പെൻസിലിൻ ആണ് സെമി സിന്തറ്റിക് പെൻസിലിൻ വിച്ച് ഇസ് ഡിസ്ട്രോയ്ഡ് ബൈ ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 45, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ റിംഗ്വോം ഇൻഫെക്ഷൻ. ഓപ്ഷൻ എ ഗ്രിസിയോഫാൽവിൻ, ബി ആംഫോടെറിസിൻ ബി, സി നൈസ്റ്റാറ്റിൻ, ഡി നിയോമൈസിൻ. ഓപ്ഷൻ സി ആണ് റിംഗ്വോം ഇൻഫെക്ഷൻ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് നൈസ്റ്റാറ്റിൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഇതോടുകൂടി ആൻറ്റിബയോട്ടിക് ടോപ്പിക്കിലെ ഡിസ്കഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.
നെക്സ്റ്റ് ഫാർമക്കോളജിയിലെ തന്നെ വേറൊരു ടോപ്പിക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക.